Welcome to today's session. Today we will be discussing conjunctions part and preposition. Okay. കൺജങ്ഷൻ എന്നാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ക്ലോസസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രേസസ് വേർഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു വേർഡാണ് കൺജങ്ഷൻ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്പീച്ച് അല്ലേ. ഈ കൺജങ്ഷൻ ഒരു ലിങ്കാണെന്ന് പറയാം നമുക്ക്. വേർഡ്സ് തമ്മിൽ, ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് തമ്മിൽ, പാർട്സ് ഓഫ് സെൻറ്റൻസ് തമ്മിൽ ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർ എമംഗ് ദം. അതാണ് ഫോർ എക്സാമ്പിൾ ബട്ട്, ആൻഡ്, വെൻ, ഫോർ, ഓൾദോ എക്സെട്ര. ഇതെല്ലാം കൺജങ്ഷൻസ് ആണ്. ഇനി റയാൻ ലൈക്സ് ബേക്കൺ ആൻഡ് എഗ്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ബേക്കൺ ആൻഡ് എഗ്സ് എന്നുള്ള ഈ രണ്ട് വേർഡും ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു കൺജങ്ഷൻ കൊണ്ടാണ്. ആൻഡ് എന്നുള്ള കൺജങ്ഷൻ കൊണ്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി 3 തരത്തിലുള്ള കൺജങ്ഷൻ്റെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ വേർഡ്സ് ആണ്. അത് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത് സിമിലർ വേർഡ്സ് ഓർ ഫ്രേസസ് ഓർ എലമെൻറ്റ്സ്, ഒരേപോലെയുള്ള വേർഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ട് നമുക്കറിയാം, ഫാൻ ബോയ്സ് എന്ന് പറയാം. അതായത് ഫാൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു ആക്രോനിമാണ്. ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ ആക്രോനിം. അത് എഫ് ഫോർ എ ഫോർ ആൻഡ്, എൻ ഫോർ നോർ, ബി ഫോർ ബട്ട്, ഒ ഫോർ ഓർ, വൈ ഫോർ യെറ്റ്, എസ് ഫോർ സോ. അപ്പോൾ അത് എളുപ്പമാണ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിംഗിൾ വേർഡ്സാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സിംഗിൾ വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. 7 എണ്ണുണ്ട്. അതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൺജങ്ഷൻ. ഓക്കെ. ഐ വാസ് മീനിങ് ടു ലീവ് സൂൺ, ഫോർ ഐ വാസ് ഗെറ്റിംഗ് ലേറ്റ് ടു നെക്സ്റ്റ് ക്ലാസ്. Freya left quickly and I was worried about her. They weren't up for athletics, nor was I. ഇവിടെ നോക്കൂ, വി വർ റണ്ണിങ് ലേറ്റ് ബട്ട് ഇറ്റ് വാസ് പോസിബിൾ ടു ഗെറ്റ് ഔട്ട് ഹിയർ എനി ടൈം. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഇതിനൊക്കെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കൂ, കോറിലേറ്റീവ് പറഞ്ഞാൽ സെറ്റ് ഓഫ് വേർഡ്സിൻ്റെ പെയർ ഓഫ് വേർഡ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഐദർ ഓർ, നൈദർ നോർ, ബോത്ത് ആൻഡ്. ഇതൊക്കെ സെറ്റായിട്ട് പെയറായിട്ടാണ് നിലനിൽക്കുന്നത്. ഇത് ഒരു കോൺട്രാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻറ്റൻസിൻ്റെ ഈക്വൽ പാർട്സിന് തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് ഓർ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നൈദർ അലക്സ് നോർ റോബിൻ ക്യാൻ പ്ലേ ബാസ്കറ്റ്ബോൾ. ഐ വോണ്ട് ബോത്ത് ഐസ്ക്രീം ആൻഡ് സെറിയൽ. ഹി ഏറ്റ് നോട്ട് ഓൺലി ദ ഐസ്ക്രീം ബട്ട് ഓൾസോ ദി ചോക്ലേറ്റ്. ഓക്കെ. ഇങ്ങനെയുള്ള കൺജങ്ഷൻസാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. ഇനി അടുത്തത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കൂ, ബിഫോർ വി ലെഫ്റ്റ് ഹോം ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഈ വി ലെഫ്റ്റ് ഹോം എന്നുള്ളത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസാണ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിഫോർ വി ലെഫ്റ്റ് ഹോം ഉപയോഗിക്കുന്നു. ഓക്കെ. ഇതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇനി ഒരു കൺജങ്ഷൻ കൂടിയിട്ട് കോമ്പൗണ്ട് കൺജങ്ഷൻ. അത് എന്ന് പറഞ്ഞാൽ 2 or 3 പാർട്സ് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവ്രി പാർട്ട് ഓഫ് ദീസ് ഡസ് നോട്ട് ഹാവ് ടു ബി കൺജങ്ഷൻ. ദ പാർട്സ് ബിക്കം ഇൻസെപ്പറബിൾ ഇൻ ദ സെൻസ് ദാറ്റ് ദേ ടെൻഡ് ടു പോപ്പ് അപ്പ് നെക്സ്റ്റ് വൺ അനദർ മോർ ഓഫൺ ആൻഡ് നോട്ട്. ഇത് എല്ലാതും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പക്ഷേ ഇത് ഇൻസെപ്പറബിളാണ്. ഓക്കെ. ഇങ്ങനെ ഓരോന്നായി നോക്കുമ്പോൾ അത് എന്തല്ല, കൺജങ്ഷൻ അല്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ. അത് ഇൻസെപ്പറബിളാണ്. കാരണം ഇത് നമ്മൾ ഒന്ന് വെച്ചാൽ ഒന്ന് വരണം. ആസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരണം ആ വെല്ല്, പിന്നെ ആസ് വെൽ വന്നാൽ പിന്നെ ആസ്. ഇങ്ങനെയുള്ളതാണ് ഏത് കോമ്പൗണ്ട് കൺജങ്ഷൻ. ഇറ്റ് ആക്റ്റഡ് ആസ് ഈഫ്. നോക്കൂ, പ്രൊവൈഡഡ് ദാറ്റ്, ഐ ഹറിഡ് ഔട്ട് ഓഫ് ദ റൂം സോ ദാറ്റ്. ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ള കൺജങ്ഷനാണ് കോമ്പൗണ്ട് കൺജങ്ഷൻസ്. ഓക്കെ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. സെൻറ്റൻസിൻ്റെ ഉള്ളിലെ വേർഡ്സ് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾ, ഒബ്ജക്ട്സ്, തിങ്, ടൈം ആൻഡ് ലൊക്കേഷൻ, അതായത് ഷോർട്ട് വേർഡ്സ് ആണ്. ദേ ആർ നോർമലി പ്ലേസ്ഡ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് നൗൺ. ഇൻ സം കേസസ് യു വിൽ ഫൈൻഡ് പ്രപ്പോസിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ജെറൻഡ് വേർഡ്സ്.
used to connect noun, pronoun or phrases to other words. ഈ ഇങ്ങനെയുള്ള നൗൺസ് തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യല്ല, ഇവ വേറെയുള്ള വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. കണക്ട് ദ പീപ്പിൾ, ഒബ്ജക്ട്സ്, ടൈം ആൻഡ് ലൊക്കേഷൻ ഓഫ് എ സെൻറ്റൻസ്. ഇത് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റൻസിൻ്റെ ഒരു ഗ്ലൂ ആണ്, സെൻറ്റൻസിനെ ഗ്ലൂ ചെയ്യുന്ന വേർഡ്സാണ് എന്ന് പറയാം. നമ്മൾക്ക് പൊസിഷൻ കാണിക്കാൻ, മൂവ്മെൻറ്റ് കാണിക്കാൻ പൊസഷൻ, ടൈം ആൻഡ് ഹൗ ആൻ ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ്, എങ്ങനെ ഒരു ആക്ഷൻ നടന്നു എന്നത് സൂചിപ്പിക്കാനെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷനാണ് ഓഫ്, ടു, ഫോർ, വിത്ത്, ഓൺ, അറ്റ്. അപ്പോൾ ഓരോ പ്രപ്പോസിഷനും യൂസ് ചെയ്യുന്ന രീതിയിൽ ഓരോ റൂൾസ് ഉണ്ട്. അതായത് ഇന്ന പ്രപ്പോസിഷനാണ് ഇന്ന സ്ഥലത്ത് വരിക എന്നതിനെക്കുറിച്ചെല്ലാം ഓരോ റൂൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് റൂൾസ് നോക്കാം. To make sentences clear, specific prepositions are needed. For example, the preposition in means one thing and the preposition on cannot substitute for it in all cases. ഇപ്പോൾ ഫസ്റ്റ് റൂള് പറഞ്ഞാൽ സെൻറ്റൻസ് ക്ലിയർ ആക്കണമെങ്കിൽ സ്പെസിഫിക് പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. ഇൻ എന്നുള്ളത് ഒരു ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ, അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഓൺ ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് ദ പ്രപ്പോസിഷൻ ഓൺ cannot substitute for it in all cases. Some prepositions are interchangeable but not always. The correct preposition means one particular thing and using a different preposition will give the sentence a very different meaning. ഇപ്പോൾ നമ്മൾ പ്രപ്പോസിഷൻ മാറ്റി ഉപയോഗിച്ചാൽ അതൊരു ഡിഫറെൻറ്റ് മീനിങ് ആവും കിട്ടുക. ഐ വാണ്ട് ടു സീ യു ഇൻ ദ ഹൗസ് നൗ ബിൽ, ഇറ്റ് മീൻസ് സംതിങ് വെരി ഡിഫറെൻറ്റ് മീനിങ്. ഐ വാണ്ട് ടു സീ യു ഓൺ ദ ഹൗസ്. ഇൻ ദ ഹൗസ് പറയുമ്പോൾ ഇവിടേക്കുന്ന ബിൽ ഷുഡ് ഗോ ത്രൂ ദ ഡോർ, വാക്ക് ഇൻസൈഡ് ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ ഹാൾ ഓർ ലിവിങ് റൂം. ഓൺ ദ ഹൗസ് ഇപ്പോൾ നോക്കൂ, ഞാൻ നമ്മൾ പറയുമ്പോൾ ഐ വോണ്ട് ടു സീ യു ഇൻ ദ ഹൗസ് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ, അതായത് ഡൈനിങ് റൂമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. വാക്ക് സ്റ്റാൻഡിങ് ഇൻ ദ ഹോൾ എവിടെയെങ്കിലും വെച്ച്. പക്ഷേ അതേസമയം ഓൺ ദ ഹൗസ് എന്ന് പറഞ്ഞാലോ ബില്ലിന് ആദ്യം എന്ത് കൊണ്ടുവരണം? ഏണി കൊണ്ടുവരണം, എന്നിട്ട് ക്ലൈംബ് ചെയ്യണം റൂഫിൽ, വീടിൻ്റെ മുകളിൽ നിന്ന് കാണണം എന്നാണ് പറയുന്നത്. ഓൺ ദ ഹൗസ്, മനസ്സിലായോ? ഇതാണ് സ്പെസിഫിക് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അർത്ഥം മുഴുവൻ മാറും. The second rule is for using prepositions are generally followed by nouns. പ്രപ്പോസിഷൻസ് ജനറലി ഫോളോ ചെയ്യും നൗൺസ് ഓർ പ്രോനൗൺസ് കഴിഞ്ഞിട്ടാണ് സാധാരണ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ഓക്കെ, ഐ ആം സ്പീക്കിംഗ് someone I can depend on ends with the, ഇപ്പോൾ ഇവിടെ നോക്കൂ, preposition. So the people who insisted that sentences shouldn't end with a preposition would be forced to use convoluted or unnatural phrasing. To avoid ending that sentence above with a preposition, you would have to say someone I can depend on is whom I am seeking. പക്ഷേ ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രപ്പോസിഷൻസ് സാധാരണ ജനറലി ഫോളോവ്ഡ് ബൈ നൗൺസ് ഓർ പ്രൊനൗൺസോ കഴിഞ്ഞിട്ടാണ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് എന്നാണ്. നൗൺസ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ്, പ്രൊനൗൺസ് കഴിഞ്ഞിട്ടാണ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മോർ ദാൻ 100 പ്രപ്പോസിഷൻസ് ഉണ്ട്. ഏകദേശം എൻഡ്ലെസ് പോസിബിലിറ്റി ഉണ്ട് പ്രപ്പോസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം, ഇത് ഫോളോയിങ് സെക്ഷൻ യു വിൽ ഫൈൻഡ് എക്സാമ്പിൾസ് of preposition, types of preposition, comprehensive list of preposition and some helpful preposition exercise. Examples of preposition: I preferred to read in the library. He climbed up the ladder and get on to the roof. Please sign your name on the dotted line. Go down the stairs and through the door. He swam across the pool. Take your brother with you. Types of preposition. ഇനി ആദ്യം ടൈം ഡിനോട്ട് ചെയ്യുന്ന പ്രപ്പോസിഷൻസാണ് അറ്റ്, ഓൺ, ഇൻ, ബിഫോർ, ആഫ്റ്റർ. അതായത് എപ്പോഴാണ് ഒരു സംഭവം നടന്നത്,
വെൻ സംതിങ് ഹാപ്പൻഡ് അല്ലെങ്കിൽ എപ്പോൾ ഹാപ്പൻസ്, എന്ന് നടക്കും, എപ്പോൾ നടന്നു, എപ്പോൾ നടക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടൈം പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഐ വാസ് ബോൺ ഓൺ ജൂലൈ 4th 1982. ഐ വാസ് ബോൺ ഇൻ വർഷം മാത്രമാകുമ്പോൾ 1982. ഐ വാസ് ബോൺ അറ്റ്, ഒരു കൃത്യമായ സമയം പറയുമ്പോൾ അറ്റ്. ഐ വാസ് ബോൺ 2 minutes ബിഫോർ. ഐ വാസ് ബോൺ ആഫ്റ്റർ ദ ഗ്രേറ്റ് വേൾഡ് വാർ. ഇങ്ങനെയുള്ളതാണ് ടൈം പ്രപ്പോസിഷൻസ്. ഓക്കെ. ഫോർ ഇയർ, മന്ത്, ഇയർ ആവട്ടെ, മന്ത് ആവട്ടെ, സീസൺ ആ സെഞ്ചുറി, അങ്ങനെ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ദ ഡേ ആകുമ്പോഴും നമ്മൾ ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ. ഇപ്പോൾ നോക്കൂ, ഇറ്റ്സ് ഓൾവേസ് കോൾഡ് ഇൻ ജനുവരി. ഐ ഫസ്റ്റ് മെറ്റ് ജോൺ ഇൻ 1987. ദ സെക്കൻഡ് വേൾഡ് വാർ ഒക്കേർഡ് ഇൻ ദ 20th century. അങ്ങനെ. ഇനി ഡേ ആണോ, ഡേറ്റ്സ് ആണോ, സ്പെസിഫിക് ഹോളിഡേ ഡേയ്സ് ആണോ, അപ്പോൾ അങ്ങനെയൊക്കെ ഓൺ ആണ് ഉപയോഗിക്കുക. വി ഗോ ടു സ്കൂൾ ഓൺ മൺഡേയ്സ് ബട്ട് നോട്ട് ഓൺ സൺഡേയ്സ്. ക്രിസ്മസ് ഈസ് ഓൺ December 25. ബൈ മീ എ പ്രസൻറ്റ് ഓൺ മൈ ബർത്ത്ഡേ. ഇനി അതേസമയം അറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക? ഇത് ഫെസ്റ്റിവൽസ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എക്സെപ്ഷൻസ്, ഫാമിലീസ് ഓഫൺ ആർഗ്യൂ അറ്റ് ക്രിസ്മസ് ടൈം. ഐ വർക്ക് ഫാസ്റ്റർ അറ്റ് നൈറ്റ്. her shift finished at 7 p.m. ബിഫോർ, ആഫ്റ്റർ, ഇതും എല്ലാം പ്രപ്പോസിഷൻസ് ഓഫ് ടൈമാണ്. ബിഫോർ ഐ ഡിസ്കവേർഡ് ദിസ് പാത്ത് ഐ യൂസ് ടു ഗോ സ്ട്രൈറ്റ് ഹോം ആഫ്റ്റർ വർക്ക്. വി വിൽ നോട്ട് ലീവ് ബിഫോർ 3 p.m. അതൊക്കെ പ്രപ്പോസിഷൻസ് ഓഫ് ടൈമാണ്. പിന്നെ ഡ്യൂറിങ്, എബൌട്ട്, എറൗണ്ട്, അണ്ടിൽ, ത്രൂ ഔട്ട്, ഇതെല്ലാം പ്രപ്പോസിഷൻസ് ഓഫ് ടൈം. പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസ്, ഈ നമുക്കറിയാം, ഈ ഓണ്, അറ്റ്, ഇന്ന്, ഇതെല്ലാം പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസുമാണ്. പ്രപ്പോസിഷൻ ഓഫ് പ്ലേസ് നോക്കൂ. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എവിടെയാണ് ക്യാറ്റ്? ടേബിളിൻ്റെ പുറത്ത്. ദ ഡോഗ്സ് ആർ ഇൻ ദ കെന്നൽ. വി ക്യാൻ മീറ്റ് അറ്റ് ദ ക്രോസ് റോഡ്സ്. ഇവിടെ എല്ലാം എന്ത് കാണിക്കുന്നു? പ്ലേസ് കാണിക്കുന്നു, അല്ലേ? ഓൺ ഈസ് യൂസ്ഡ് വിത്ത് റെഫറിങ് ടു സംതിങ് വിത്ത് എ സർഫേസ്. സർഫേസിൻ്റെ മുകളിലുള്ള എന്തിനെങ്കിലുമാണ് ഓൺ എന്ന് പറയുക. ദ സ്കൾപ്ചർ ഹാങ്സ് ഓൺ ദ വാൾ. ദ ഇമേജസ് ആർ ഓൺ ദ പേജ്. ദ സ്പെഷ്യൽസ് ആർ ഓൺ ദ മെനു. ഇനി അടുത്തത്, യൂസസ് ഓഫ് പ്രപ്പോസിഷൻ വിത്ത് എക്സാമ്പിൾ. Prepositions are words that join a noun, pronoun or the noun phrases and make each sentences complete. Examples: to the office, on the table, about myself, in a few minutes, at my place, etc. Here, to, on, about, in and at are prepositions. Moreover, prepositions are used in the sentence to indicate a location, direction, time or sometimes to introduce an object. Some common preposition and their application in the sentences. Before, on refers a surface of something. Pre, before, position, placement, preposition. ഐ കെപ്റ്റ് ദ ഡിഷസ് ഓൺ ദ ഡൈനിങ് ടേബിൾ. എന്ന് സർഫേസിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥം. ഓൺ എന്ന് പറയുക, ഐ വിൽ കം ഓൺ മൺഡേ. രാധ വാസ് ബോൺ ഓൺ 15th of August. ഓൺ ഷീസ് ഓൺ ദ ഫോൺ. മൈ ഫേവറേറ്റ് മൂവി വിൽ ബി ഓൺ TV. ഐ കീപ് വെയറിങ് മൈ വെഡ്ഡിങ് റിംഗ് ഓൺ മൈ ഫിംഗർ. ദ പ്രൊഡക്ട്സ് അവൈലബിൾ ഇൻ ദ സ്റ്റോർ ആർ ഓൺ സെയിൽ. അറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് കാണിക്കാൻ വേണ്ടിയിട്ട്. There are good number of people at the park. At email address, please mail in detail at radha@def.com. അറ്റ് സമയത്ത് കാണിക്കുമ്പോൾ മീറ്റ് മീ അറ്റ് 5 p.m. അങ്ങനെ. ഒരു ആക്ടിവിറ്റി കാണിക്കുമ്പോൾ ജോൺ ലവ്ഡ് അറ്റ് മൈ ആക്ടിങ് ഇൻ ദ പ്ലേ. ഇന്ന് ഒരു ലൊക്കേഷൻ കാണിക്കുമ്പോൾ ഐ ആം ഇൻ മൈ ഫ്രണ്ട്സ് പ്ലേസ്. In used while doing something. The tagline should be catchy in marketing a product. In, to indicate opinion, belief, feeling. I believe in handworking. In, specific day. I prefer to do maths in the morning. The new academic session will commence on in
March. 2. The friends went to the restaurant. I am heading to my college. To indicate the direction. Direction കാണിക്കാനാണ് എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ, അത് കാണിക്കാനാണ് ടു കാണിക്കുന്നത്. ടു ഇൻഡിക്കേറ്റ് റിലേഷൻഷിപ്പും കാണിക്കും. ഡു നോട്ട് റെസ്പോണ്ട് ടു ദ അനോയിങ് പേഴ്സൺസ്. യുവർ ആൻസർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. ടു ഇൻഡിക്കേറ്റ് ലിമിറ്റ്. ദ ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് വെർ പൈൽഡ് അപ്പ് ടു ദ റൂഫ്. ഒരു ലിമിറ്റ് വരെ, റൂഫ് വരെ എന്നുള്ള രീതിയിൽ. ടു റെഫർ എ പീരിയഡ്. ഐ ആം ഹിയർ ഫ്രം 10 to 5. ഓഫ് പറയുമ്പോൾ നോക്കൂ, ബിലോങ്ങിങ് ടു. ഐ ഓൾവേസ് ഡ്രീംഡ് ഓഫ് ബീയിങ് ഫേമസ്. ഓഫ്, ദിസ് ഈസ് എ പിക്ചർ ഓഫ് മൈ ലാസ്റ്റ് ബർത്ത്ഡേ. ഓഫ്, to specify a number of amount. A good number of people understand Hindi. Okay, good number of. Then for to indicate the reason or because of. I am ഒരു റീസൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. ഐ ആം റിയലി ഹാപ്പി ഫോർ യു. ഇനി ഫോർ ഡ്യൂറേഷൻ ഓഫ് ടൈം കാണിക്കാൻ. I attended this session for 1 year only. For specify the use of something. She is preparing for her final exam. അവിടെ എല്ലാ prepositionും കഴിഞ്ഞു. So prepositions are over.